ഗുരുവായൂരിലെ ജീവിതമുണ്ടല്ലോ, അത് നമുക്ക് പുതിയ കാഴ്ചപ്പാട് തരുന്ന ഒരു ജീവിതമാണ്. ഗുരുവായൂരിലെ സ്വയംസേവകർ, അവിടെ ഒരുമനയൂർ എന്നൊരു സ്ഥലമുണ്ട്, ഒരുമനയൂർ സൗത്ത് എന്ന് പറയുന്ന സ്ഥലം. അവിടെ വള്ളമൂന്നുകാരാണ് സ്വയംസേവകർ അധികവും. അതിലൊരു കേശവനുണ്ടായിരുന്നു. അയാൾ പൊന്നാനി മുതൽ തിരുവനന്തപുരം വരെ വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അവർ 2-3 സ്വയംസേവകരുണ്ട്. അങ്ങനെ അവർ തിരുവനന്തപുരത്ത് വന്നാൽ അവർക്ക് അവരുടെ ഈ കച്ചവടമൊക്കെ തീർന്ന് തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിക്കേണ്ട സാധനങ്ങൾ വള്ളത്തിൽ നിറയ്ക്കാനുമൊക്കെയുള്ള അവരുടെ ഈ മുതലാളിമാർ ദിവസം പിടിക്കുമല്ലോ, 4 ദിവസം പിടിക്കും. ആ 4 ദിവസം തിരുവനന്തപുരം പുത്തുനിന്ന് ചായയിൽ വരും അവർ. അങ്ങനെ വന്നു കഴിഞ്ഞ് ഗുരുവായൂരിലെ പഴയ കഥകളൊക്കെ പറയും. അത് നമുക്കൊരു ഇൻസ്പിറേഷനാണ് ആ സമയത്ത്. ഈ കേശവൻ പൊന്നാനി മുതൽ തിരുവനന്തപുരം വരെ വള്ളം ഊന്നി ജീവിച്ച ഒരു മനുഷ്യൻ. അത് ആലോചിച്ച് നോക്കും, പൊന്നാനി എവിടെ, തിരുവനന്തപുരം എവിടെയാണ്. അന്നീ വർക്കല തുരങ്കം ഉണ്ടാക്കിയതിന് ശേഷമായിരുന്നു അവർക്ക് ഒരിടത്തും മാറാതെ പോകാൻ സാധിക്കും. ഓരോ സ്ഥലത്തു നിന്നും ഓരോ തരം സാധനങ്ങളാണ് വരിക. അതൊക്കെ ഓരോ മുതലാളിമാർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവർ വാങ്ങിക്കുക. അങ്ങനെ പോയിരുന്നു. ഈ കേശവൻ ക്ഷയരോഗം പിടിച്ചു. അവസാനം ഈ വള്ളമൂന്നുകാർക്കൊക്കെ അവസാനം ക്ഷയരോഗമാണ് വരിക. ക്ഷയരോഗം പിടിച്ചിട്ട് അത് ഈ ഗാലപ്പിംഗ് TV എന്ന് പറയുന്ന ഒരു സമുദായമുണ്ട്, പാഞ്ഞു കയറുന്നതാണത്. ഗാലപ്പിംഗ് എന്ന് പറഞ്ഞതാണല്ലോ കുതിരയുടെ. അയാൾ പുലയനാർകോട്ടയിലെ ക്ഷയരോഗ ആശുപത്രിയിൽ അഡ്മിറ്റായി. അപ്പോൾ അയാളുടെ നാട്ടിൽ നിന്ന് പല ആൾക്കാരും അവിടെ പോകും, തിരുവനന്തപുരത്ത് സ്വയംസേവകരും അവിടെ പോകും. ഹരിയേട്ടൻ തിരുവനന്തപുരത്ത് പ്രചാരക്കായിരുന്ന സമയത്താണ് അയാൾ അവസാനം അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹരിയേട്ടൻ ഒക്കെ കാണാൻ പോകുന്ന സമയത്ത്, സ്വയംസേവർ കാണാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം അയാളുടെ തലയണയ്ക്കടിയിൽ നിന്നൊരു പൊതി എടുത്ത് ഏൽപ്പിക്കുക, ഞാൻ എൻ്റെ ഗുരുദക്ഷിണയ്ക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചതാണെന്ന് പറഞ്ഞിട്ട്. ഹരിയേട്ടനത് എഴുതിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും, ലേഖനങ്ങളിൽ. ആ ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വലിയൊരു ആനയാണ് ഓർമ്മ വരിക. കേരളത്തിലെ ഏറ്റവും വലിയ ആന, അതാണ് ഗുരുവായൂർ കേശവൻ. പക്ഷേ നമുക്ക് വേറൊരു ഗുരുവായൂർ കേശവനും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ. അത് ഹരിയേട്ടൻ പല സ്ഥലങ്ങളിലും അതിനെക്കുറിച്ച്, ഈ കേശവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ഒരു കേശവനുണ്ട് ഗുരുവായൂർ. അതിലൊരു ചായക്കടക്കാരനായിരുന്നു അവിടെ. ആ കേശവൻ സെക്കൻഡ് ഇയർ ഓട്ടിസൊക്കെ കഴിഞ്ഞ ആളാണ്. പക്ഷേ എന്ത് കാര്യം ചെയ്യാനും ഏറ്റവും ധൈര്യപൂർവ്വം മുമ്പോട്ട് വരുന്ന ആളാണ്. ആ മണത്തല സംഭവത്തിൻ്റെ അത് ആകെ ഹിന്ദുക്കൾ പരാജയപ്പെട്ടു പോകും എന്നുള്ള മട്ടു വന്ന സമയത്താണ് ഇയാൾ ഒരു ചന്ദ്രക്കല എഴുന്നള്ളിക്കാനായിട്ടുള്ള ഒരു നേർച്ച വന്നത്. ഒരു ചന്ദ്രക്കല ഉണ്ടാക്കി. എന്നിട്ട് മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് ചന്ദ്രക്കലയും കൊണ്ട് പോകുന്ന ഒരു വഴിപാട്. ആ വഴിപാടാണ് പിന്നെ മൗലികാവകാശ കേസായത്. അത് മുസ്ലിങ്ങൾ തടഞ്ഞു. അവിടെ ഒരു മൂപ്പൻ്റെ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെ വെച്ച് തടഞ്ഞു. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ഇത് വലിയ പ്രക്ഷോഭമായി. ആ നാട് 18 അംശങ്ങൾ ചേർന്ന ഒരു ഗ്രാമമാണ് ഈ ഗുരുവായൂർ ഫർക്ക എന്ന് പറയുന്നത്, ചാവക്കാട് ഫർക്ക. അവിടെ ഈ 18 സ്ഥലങ്ങളിൽ നിന്നും സത്യാഗ്രഹികളെ കൊണ്ടുവന്ന് ഇതിൽ പങ്കെടുപ്പിക്കാനായിട്ട് കഴിഞ്ഞു. അതൊരു മൗലികാവകാശ കേസായി മാറി അവസാനം. ഈ പറയുന്ന റോഡ് പൊതുനിരത്താണ്. അപ്പോൾ പൊതുനിരത്തിൽ കൂടി സഞ്ചരിക്കാനുള്ള അവകാശം മൗലികാവകാശമാണ് എന്നുള്ളതാണ് ഇപ്പുറത്തെ വാദം. അതിലേറ്റവും ഒരു നിർദ്ദേശം കൊടുത്തത് കൃഷ്ണയ്യരാണ്, വക്കീൽ. അന്ന് അയാളാണ് പോലീസ് മന്ത്രി. അയാൾ പറഞ്ഞു, ഘോഷയാത്രയിലേ പോകാം, ചെണ്ട കൊട്ടി പോകാൻ പാടില്ലെന്നേ ഉള്ളൂ. 2 ചെണ്ട ഏർപ്പാട് ചെയ്യുക. ഒരു ചെണ്ട ഘോഷയാത്രയുടെ മുമ്പിൽ അവിടെ ചെല്ലണം. ആ പള്ളിയുടെ അതിർത്തി തുടങ്ങുന്ന സമയത്ത് അത് നിർത്തണം. പിന്നെ ഘോഷയാത്ര അപ്പുറത്ത് ഒരു ഗ്രൂപ്പുകാർ നിന്ന് ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കണം. ഈ ഘോഷയാത്ര അവിടെ ചെല്ലുന്ന സമയത്ത് ഇപ്പുറത്തെ ചെണ്ട നിർത്തണം. അങ്ങനെ ഒരു തിയറി വെച്ചു. അതാണ് കൃഷ്ണയ്യരുടെ ടെക്നിക്ക് എന്ന് പറയുന്ന സാധനം. അവസാനം ഇവർ സമ്മതിച്ചില്ല. എന്നിട്ട് അവിടെ ഒരു വൈദ്യശ്രേയർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, നമ്മുടെ പഴയ സ്വയംസേവകനാണ്. അയാൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു, ഇത് ഞങ്ങളുടെ മൗലികാവകാശമാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ മൗലികാവകാശത്തിൻ്റെ കേസ് വന്നത് അന്ന് ജസ്റ്റിസ് PT രാമൻ നായരായിരുന്നു. ഇവിടെ റായ് ഷേണായി എന്ന് പറഞ്ഞുള്ള ഒരു വക്കീലാണ് എറണാകുളത്ത് അത് വാദിച്ച് ആ റോഡ് പൊതുനിരത്താണെന്നും ആ പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യുന്നതിന് തടയാൻ ആർക്കും അധികാരമില്ലെന്നും PT രാമൻ നായർ വിധിച്ചു. അങ്ങനെ ആ കേസ് തീർന്നത്. അതുപോലെ മുസ്ലിങ്ങൾ വേറൊരു പ്രശ്നം നടത്തി. അവിടെ ഈ ഗുരുവായൂരിന് ചുറ്റുമുള്ള റോഡുകളുണ്ടല്ലോ, ആ റോഡുകളിൽ കൂടി അവർക്ക് മറ്റേ ചന്ദനക്കുടം പോകാനായിട്ടുള്ള അധികാരം വേണം, അവകാശം വേണം. അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുരുവായൂരിന് ചുറ്റുമുള്ള റോഡുകളുടെ മുഴുവനും ദേവസ്വം വകയാണ്, അത് പൊതുനിരത്തല്ല. അവിടെ ആ പടിഞ്ഞാറേക്കുളം മുതൽ കിഴക്കേ ബസ് സ്റ്റാൻഡ് വരെയുള്ള സ്ഥലം, മഞ്ഞളാൽ വരെയുള്ള സ്ഥലം മുഴുവനും റോഡുകൾ മുഴുവൻ, എല്ലാ റോഡുകളും ഗുരുവായൂർ ദേവസ്വം വകയാണ്. ഗുരുവായൂർ ദേവസ്വം അല്ലാത്ത റോഡില്ല അവിടെ. അതുകൊണ്ട് മൗലികാവകാശം ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് അനുവദിച്ചില്ല. ഇങ്ങനെയാണ് അവിടുത്തെ കേസ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന കാലത്ത്, തുടക്കക്കാലത്ത് ഞാൻ അവിടെ ഉണ്ടെങ്കിലും അവിടുത്തെ ഈ പ്രക്ഷോഭണം
മൂത്ത് വരുമ്പോഴത്തേക്കും എന്നെ തലശ്ശേരിക്ക് മാറ്റി. അങ്ങനെയാണ് ഗുരുവായൂരിൽ നിന്ന് അങ്ങോട്ട് പോയത്, തലശ്ശേരിക്ക് പോയത്. എൻ്റെ സെക്കൻഡ് ഇയർ ഓട്ടിസി കഴിഞ്ഞു ഗുരുവായൂർ പ്രജാകാരിക്കുമ്പോഴാണ്. 57 നടന്നു. ഫസ്റ്റ് ഇയർ ഞാൻ വിടുന്നാണ് പോയത്, തൊടുപുഴയിൽ നിന്ന് തന്നെയാണ് പോയത്. 1956. അത് ചെന്നൈയിലെ ശ്രീരാമകൃഷ്ണ കോളേജിലാണ്, അവിടെയാണ് നടന്നത്. അവിടെ അന്ന് 4 സംസ്ഥാനങ്ങളിലെ സ്വയം സേവകർ ഒരുമിച്ചായിരുന്നു. തമിഴ്നാട്, കേരളം, ആന്ധ്ര, കർണാടക. തമിഴ്നാടും കേരളവും സംഘത്തിലെ ഒറ്റ പ്രോവിൻസാണ്. ആ ശിബിരത്തിൽ ഗുരുജി 7 ദിവസം താമസിച്ചു. ഏതാണ്ട് 5-6 ബൗദ്ധിക്കുണ്ടായിരുന്നു അതിൻ്റെ. പിന്നെ ഈ സംഘ നിരോധനത്തിനെ കുറിച്ചും ആ നിരോധനത്തിനെതിരായിട്ട് നടത്തിയിട്ടുള്ള സമരങ്ങളെക്കുറിച്ചും സംഘം നടത്തിയിട്ടുള്ള പ്രസ്ഥാനങ്ങളെക്കുറിച്ചും യാദവറാവ് ജോഷിയുടെ 3 ബൗദ്ധികകളുണ്ടായിരുന്നു. ഈ 3 ബൗദ്ധികകളാണ് എന്നും മനസ്സിൽ നിൽക്കുന്നത്. യാദവറാവ് ജോഷിയുടെ പ്രസംഗമുണ്ടല്ലോ, അതങ്ങനെ വികാരനിർഭരമായിട്ടുള്ള പ്രസംഗമാണ്. അപ്പോൾ അതിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണങ്ങളുണ്ടല്ലോ, അതിങ്ങനെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഗുരുജിയെ കൃഷ്ണനായിട്ടും നെഹ്റുവിനെ ദുര്യോധനായിട്ടും ഒക്കെ സങ്കല്പിച്ചുകൊണ്ടുള്ള പ്രസംഗമുണ്ട്. അത് അങ്ങനെ അത്ര ഗംഭീരമായിട്ടുള്ള പ്രസംഗമാണത്. പിന്നെ ഗുരുജിയുടെ 5-6 ബൗദ്ധികളുണ്ടായിരുന്നു ആ സമയത്ത്. ഗുരുജി 7 ദിവസം താമസിച്ചുകൊണ്ട് 6 ബൗദ്ധികളുണ്ടായിരുന്നു. പിന്നെ ദീൻദയാൽജിയുടെ, അവരുടെയൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്, ഗുരുജിയുടെ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ബൗദ്ധിക കേട്ടില്ല. ബാബാ സാഹബ് ഉണ്ടായിരുന്നു. അതേപോലെ ബാലശാസ്ത്രി ഹരിദാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. 1857 സായുധ സ്വാതന്ത്ര്യ സമരം എഴുതിയ ആൾ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. പിന്നെ ശർമാജി പഴശ്ശിരാജയെക്കുറിച്ചാണ് പറഞ്ഞത്. ശർമാജി സംസ്കൃതത്തിൽ സംസാരിച്ചു, കൃഷ്ണശർമ്മ. പക്ഷേ ഈ സംസ്കൃതത്തിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം ഞാൻ ആദ്യം കേൾക്കുകയാണ്. അതുമാത്രമല്ല, അത് നമുക്ക് മലയാളം പോലെ മനസ്സിലാവുകയും ചെയ്യും. ശർമാജി പറയുമ്പോൾ എല്ലാവർക്കും വലിയ അത്ഭുതമായിരുന്നു, ഇത്ര എളുപ്പമാണോ സംസ്കൃതം എന്ന്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സംസ്കൃതം ഇത്ര എളുപ്പമാണെന്ന് നമുക്ക് അന്ന് മനസ്സിലായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ പോയത് പല്ലാവരത്താണ്. പല്ലാവരം എന്ന് പറയുന്നത് ഈ സാന്റാക്രൂസ് കഴിഞ്ഞിട്ടുള്ള, സാന്റാക്രൂസ് അല്ല, അവിടുത്തെ ട്രിച്ചി റോഡിൽ ഒരു 7-8 കിലോമീറ്റർ പോയതിന് ശേഷമാണ് ഈ പല്ലാവരം. അതൊരു പഴയ മിലിറ്ററി സ്റ്റേഷനാണ് പല്ലാവരം എന്ന് പറയുന്നത്. കൻ്റോൺമെൻറ്റ് ഏരിയയാണ് മുഴുവൻ. എല്ലാം മിലിറ്ററിക്കാർ താമസം നിർത്തിയ പഴയ ബാരക്കുകളാണ് സ്വയം സേവകർക്ക് താമസിക്കാനായിട്ടുള്ളത്. അവിടെ ആ പറമ്പ് നിറച്ച് ഞെരിഞ്ഞിൽ നിൽക്കുകയാണ്. ഞെരിഞ്ഞിൽ എന്ന് പറഞ്ഞാൽ മുള്ളുള്ള ഒരു ചെടിയുണ്ടല്ലോ, നടന്നു പോയാൽ കാലിന് മുള്ളു കയറും, അങ്ങനത്തെ സ്ഥലമായിരുന്നു. പിന്നെ ഒരു വശത്തൂടെ ഇലക്ട്രിക് ട്രെയിൻ പോകുന്നു. മദ്രാസിൽ നിന്ന് ട്രിച്ചിക്കുള്ള റോഡ്, ഏത് സമയത്തും വാഹനങ്ങൾ. തൊട്ടടുത്ത് മീനമ്പാക്കം വിമാനത്താവളം. അപ്പോൾ ഈ വിമാനത്തിൻ്റെ ശബ്ദവും ഈ ട്രെയിനിൻ്റെ ശബ്ദവും ആകെപ്പാടെ ബഹളം. ഇതിനിടയിൽ നമുക്കൊന്നും സംസാരിക്കുന്നതൊന്നും കേൾക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു അവസരമായിരുന്നു അവിടെ. പക്ഷേ മദ്രാസിൽ അതിന് മുമ്പിലത്തെ കൊല്ലത്തെ ഓട്ടിസിയിൽ ഏതാണ്ട് 300-ൽ താഴെ സ്വയംസേവകർ ഉണ്ടായിരുന്നുള്ളൂ ഈ 4 സ്റ്റേറ്റിൽ നിന്ന്. പക്ഷേ ഇവിടെ എത്തിയപ്പം അതിൻ്റെ ഇരട്ടിയായി, ഏതാണ്ട് 600ഓളം സ്വയംസേവകരുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. ഇവിടെ ഗുരുജി 4-5 ദിവസം താമസിച്ചു. ഏകനാഥ്ജിയുടെ വ്യവസ്ഥാപ്രിയത ബൗദ്ധിക് എന്ന് പറയുന്ന ഒരു ബൗദ്ധിക്കുണ്ട്. ഏകനാഥ്ജി എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഉള്ളവരാണ്. ആ വ്യവസ്ഥാപ്രിയത, ഓരോ കാര്യവും എങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ ബൗദ്ധിക അവിടെയായിരുന്നു. അതാണ് അതിലെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം. പിന്നെ ഈ ബാലശാസ്ത്രി ഹരിദാസ് നമ്മുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 100ാം വാർഷികമായിരുന്നു. അത് 1857 100ാം വാർഷികമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വക ആ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് 3 പ്രഭാഷണങ്ങളുണ്ടായി അവിടെ. അതാണ് ഇപ്പോഴും അതിൽ ഓർമ്മ നിൽക്കുന്നത്. പിന്നെ അവിടെ ഓർമ്മ നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നറിയോ? ആ ശിബിരം ഇതിൻ്റെ പഥസഞ്ചലനം നടക്കുന്ന സമയത്ത് നടന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ പല DMK-കാരാണെന്ന് തോന്നുന്നു, നമ്മൾ സ്വയംസേവകർ താമസിച്ചിരുന്നത് ഓപ്പണായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. അവിടെ ഒന്നും അടച്ചുപൂട്ടൊന്നുമില്ല. അവിടെ ഈ രക്ഷകന്മാരായിട്ട് ഒരു 10-12 സ്വയംസേവകർ അവിടെ ഇവിടെയൊക്കെ നിന്നേ ഉള്ളൂ. അവരെയൊക്കെ പിടിച്ചു കെട്ടിയിട്ട് ഒരുപാട് നാശങ്ങളൊക്കെ വരുത്തിപ്പോയി. ഈ പലർക്കും പല സാധനങ്ങളും നഷ്ടപ്പെട്ടു അവിടുന്ന്. തിരിച്ചു വന്നപ്പോഴേ അത് അറിയുള്ളൂ. അതിനെക്കുറിച്ച് കംപ്ലയിൻ്റൊക്കെ പോലീസിൽ കൊടുത്തു. പക്ഷേ എന്താ പ്രയോജനം? അതിൻ്റെ വേറൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, തമാശയല്ല, ഒരു അപകടം എന്ന് വെച്ചാൽ, ഈ ശിബിരത്തിൻ്റെ അവസാനം ഘട്ടം എത്തുമ്പോൾ പൊതുപരിപാടി ഉണ്ടായില്ല അവിടെ. ഏഷ്യൻ ഫ്ലൂ എന്ന് പറയുന്ന ഒരു രോഗം പടർന്നു പിടിച്ചു. അതിനെക്കുറിച്ച് 2 തിയറിയുണ്ട്. അതെങ്ങനെയോ വന്നു എന്ന് പറയുന്നുണ്ട്. വേറൊന്ന് പറയുന്നത്, ഈ അമേരിക്കൻ ഐക്യനാടുകളുടെ വകയായിട്ട്
ഈ ഫ്ലൂ പടർന്നു പിടിക്കുന്നതിനെക്കുറിച്ച് അവർ ഗവേഷണം നടത്തണം. അതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു സ്ക്വാഡ് ഉണ്ടായിരുന്നു. പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ആയിട്ട് 100-200 പേര് ഇന്ത്യ മുഴുവൻ നടക്കുക, എന്നിട്ട് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുക, മരുന്ന് കൊടുക്കുക, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് അവർ ഈ ആഫ്രിക്കയിലെ പ്രത്യേകതരം ഇൻഫ്ലുവൻസ് ഇതുണ്ടല്ലോ, ഈ ഫ്ലൂവിൻ്റെ അണുക്കളുള്ള കൊതുകുകളെ സൃഷ്ടിച്ചു. പ്രത്യേക ചേമ്പറിൽ സൃഷ്ടിച്ചിട്ട് അതിനെ കൂട്ടിലടച്ചു കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലും അതിനെ തുറന്നു വിട്ടിട്ട് അത് എത്ര വേഗം പടരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു സംഘം, അവർക്കൊരു പ്രത്യേക പേരുണ്ടായിരുന്നു അന്ന് ആ വോളണ്ടിയേഴ്സിന്. അങ്ങനെ അത് എങ്ങനെ പടർന്നു പിടിക്കുന്നു എന്നുള്ളത് പഠിക്കാനായിട്ടുള്ള ഒരു അമേരിക്കക്കാർ നടത്തിയ ഗവേഷണമാണിത് എന്നുള്ള ഒരു തിയറിയുണ്ട്. ഗുരുജി അത് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. ഈ അമേരിക്കൻ എന്തോ ഒരു സംഘം ഉണ്ടായിരുന്നു ആ സമയത്ത്. എല്ലാ സ്ഥലങ്ങളിലും അവരിങ്ങനെ കുറേ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നു. ഇന്ത്യയിൽ നിന്ന് കുറേ വോളണ്ടിയർമാരെ സംഘടിപ്പിച്ച് അങ്ങനെ ഈ ഇൻഫ്ലുവൻസ പരക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അവർ ഇന്ത്യയെ ഉപയോഗപ്പെടുത്തി ഗിനിപിഗുകളായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറയുക. ഗിനിപിഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, രോഗം പരത്താനായിട്ടുള്ള ഗിനിപിഗുകളായിട്ട് ഉപയോഗിച്ചു എന്നുള്ള ഒരു ആരോപണം ഗുരുജി കൊണ്ടുവന്നിരുന്നു. ആ സമയത്ത് ഇവിടുത്തെ പത്രങ്ങളൊക്കെ ഗുരുജിയെ ആക്ഷേപിച്ച് ലേഖനങ്ങൾ എഴുതി. പക്ഷേ ഗുരുജി അതിന് നിലപാടിൽ ഉറച്ചു നിന്നു. അമേരിക്കൻ പീസ് കീപ്പേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. അമേരിക്കൻ പീസ് കീപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ കയറ്റരുതാത്തവിടെയാണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു. ശിബിരം ഒരു ദിവസം നേരത്തെ വിട്ടു, അതായത് സമാപന പരിപാടി ഉണ്ടായില്ല. എന്നിട്ട് അവരോട് പറഞ്ഞത്, കൊടുത്തിട്ടുള്ള നിർദ്ദേശം, നിങ്ങൾ ഈ വഴിയിൽ ഒരിടം നിൽക്കരുത്, എല്ലാവരും ഭക്ഷണപ്പൊതി കൊടുത്തു എല്ലാവർക്കും, ഈ ഭക്ഷണമേ കഴിക്കാവുള്ളൂ, പുറമേ നിന്ന് ഭക്ഷണം കഴിക്കരുത്, ഇവിടുന്ന് വിട്ടാൽ അടുത്ത ആദ്യത്തെ കൺവെയൻസ് ഉപയോഗിച്ച് ട്രെയിനായാലും ബസ്സായാലും നിങ്ങൾ ഉടനെ നാട്ടിലെത്തിക്കൊള്ളണം എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വിട്ടത്. ഞങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പോയി. കൊച്ചിയിലേക്കുള്ള ട്രെയിൻ അന്ന് വൈകുന്നേരം 5:30 മണിക്ക് മറ്റുമാണ്. അതിൽ കയറി എറണാകുളത്ത് വന്നു. ഞാൻ എറണാകുളത്ത് നിന്നില്ല, നേരെ വീട്ടിലേക്ക് പോന്നു. ഒരാഴ്ച വീട്ടിൽ നിന്നിട്ട് തിരിച്ച് തലശ്ശേരിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അവിടെ കണ്ട എന്താണെന്നറിയാമോ? തലശ്ശേരിയല്ല, തിരിച്ചു പോയത് ഗുരുവായൂർക്കാണ്. എറണാകുളം കാര്യാലയത്തിൽ ഒരു 10-20 പേരുണ്ട് പനി പിടിച്ച് കിടക്കുന്നു, പരമേശ്വരജി അടക്കം. പരമേശ്വരജിയെ ആ സമയമാകുമ്പോഴത്തേക്കും ജനസംഘചാലയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ അവിടെ ചാർജ് എടുക്കാനായിട്ട് പോയിട്ടില്ല. അത് പിന്നെ ഒരു ദിവസത്തേക്കാണ് വച്ചിരുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്നിട്ട് പത്രങ്ങളിലൊക്കെ വളരെ ഗംഭീരമായിട്ട് വന്നു. മലയാളം പത്രങ്ങളിൽ ഇൻഫ്ലുവൻസ പ്രചരിപ്പിക്കും, കാരണം RSSകാരർ എന്ന് പറഞ്ഞിട്ട് സൗത്ത് ഇന്ത്യ മുഴുവനും മദ്രാസിലെ ക്യാമ്പ് കഴിഞ്ഞു പോയ RSSകാരുടെ നിന്നാണ് ഇൻഫ്ലുവൻസ പകർന്നത്, ഫ്ലൂ പരന്നതെന്ന് പറഞ്ഞിട്ട് വലിയ ഉണ്ടായി.